യെസ്, ഇനി കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ നിറയെ ആരോപണങ്ങൾ വാർത്തകൾ ഇങ്ങനെ ഇടം നേടുകയാണ്. ഒന്ന് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് അവിടുത്തെ ഇലക്ഷൻ ക്ലർക്കിനും ആരോപണങ്ങൾക്കും ഇടയിൽ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. യെസ്, ഇലക്ഷൻ ക്ലർക്കിന്റെ ആത്മഹത്യയിലാണ് ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി വരുന്നത്. മുനിസിപ്പൽ ചെയർമാൻ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യെസ്, വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാകാം ഈ ക്ലർക്ക് അജീഷിന്റെ ആത്മഹത്യക്ക് പിന്നിലെന്ന അതിഗുരുതരമായ ഒരു ആരോപണം മുനിസിപ്പൽ ചെയർമാൻ അബ്ദു വെള്ളറ മീഡിയ വണ്ണിനോട് ഉന്നയിക്കുകയാണ്. യെസ്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ അവസാന ദിവസങ്ങളിൽ ഇലക്ഷൻ ക്ലർക്ക് മാറി നിന്നതിൽ ദുരൂഹതയുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മുനിസിപ്പൽ ചെയർമാൻ. അജീഷിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും മുനിസിപ്പൽ ചെയർമാൻ ആവശ്യപ്പെടുന്നു. വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള വ്യാപകമായ ക്രമക്കേട് ഉയർന്ന കൊടുവള്ളിയിൽ അവിടെ ഒരു മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരു ക്ലർക്ക് അജീഷ് എന്നൊരാളുടെ ആത്മഹത്യ ഉണ്ടായിരുന്നു ഒക്ടോബർ 19. അത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ദുരൂഹത ഉയരുകയാണ്. കൊടുവള്ളി മുനിസിപ്പൽ ചെയർമാൻ അബ്ദു വെള്ളറ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അജീഷ് 19-ാം തീയതിയാണ് ക്ലർക്ക് ആത്മഹത്യ ചെയ്യുന്നത്. അത് സംബന്ധിച്ചൊരു സംശയം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? അല്ല, ഈ കൊടുവള്ളിയിലെ വോട്ടർ പട്ടികയുമായി ഇന്ന് വലിയ രീതിയിൽ വിവാദം നടക്കുന്ന ഒരു സമയത്തിന് മുമ്പ് തന്നെ, വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമുക്ക് ദുരൂഹത അനുഭവപ്പെട്ടിരുന്നു. കാരണം ഇലക്ഷൻ ക്ലർക്ക് നിരന്തരമായി 2 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നത് രാത്രി 11:30 മണിക്കാണ്. അപ്പം ഒരു ദിവസം അദ്ദേഹം സിവിൽ സ്റ്റേഷനിൽ ഡ്യൂട്ടിയുള്ള ആൾ 6 മണിക്ക് അവിടെ നിന്നും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അന്ന് രാത്രിയും 11:30 മണിക്കാണ് ആൾ വീട്ടിലെത്തുന്നത്. രണ്ടാമത്തെ ദിവസം അദ്ദേഹം കൊടുവള്ളി ഓഫീസിൽ, മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് 6 മണിക്ക് വീട്ടിൽ പോയിന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അന്നും അദ്ദേഹം 11:30 മണിക്കാണ് വീട്ടിലെത്തുന്നത്. ഒരു കാരണവശാലും ഓഫീസിൽ നിന്ന് വേറെ എവിടെയും പോവാത്ത നേരെ വീട്ടിലെത്തുന്ന അജീഷ് 2 ദിവസം തുടർച്ചയായി 11:30 മണിക്ക് വീട്ടിലെത്തി എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം 15, 16 ഡേറ്റിന് ശേഷം 17-നും 18-നും അജീഷ് ലീവായിരുന്നു, ഓഫീസിൽ വന്നിട്ടേ ഇല്ല. 19-ാം തീയതി അജീഷ് മരണപ്പെടുകയും ചെയ്തു, ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹത പറയുകയും മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഈ വോട്ടർ ലിസ്റ്റിൻ്റെ ക്രമക്കേട് കാണുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി അജീഷിൻ്റെ മരണം മാറുകയാണ്. അത് ഈ ദിവസങ്ങളിൽ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും നടക്കേണ്ട സമയമുള്ളൂ, ഓഫീസിൽ നടക്കേണ്ട സമയമുള്ളൂ. ആ സമയത്ത് ഓഫീസിൽ ഇല്ലാതിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ 2 ദിവസം അജീഷ് വീട്ടിൽ തന്നെയായിരുന്നോ വേറെ എവിടെയായിരുന്നോ എന്ന് നമുക്കറിയില്ല. കാരണം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ 2 ദിവസങ്ങളിൽ വീട്ടിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഓഫീസിൽ വന്നിട്ടില്ല, ഓഫീസിൽ ലീവാണ്. അപ്പോൾ ഈ ഒരു 2 ദിവസം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ദിവസമാണ്. 17-ാം തീയതിയും 18-ാം തീയതിയും. ഈ 2 ദിവസവും അദ്ദേഹം ഓഫീസിൽ തീരെ വന്നില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹതയുള്ള കാര്യമാണ്, ഒരു സംശയമല്ല. അതായത് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള ഈ അജീഷിൻ്റെ പൊതുവായ നിലപാട് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ്? വളരെ നല്ല സത്യസന്ധനായ നിഷ്കളങ്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. രാവിലെ വന്ന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ മേശയിൽ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നത് വരെ ഒരു ഭക്ഷണത്തിന് മാത്രം പുറത്തു പോകുന്ന, അല്ല ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴിക്കുന്ന, തനിക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടികളൊക്കെ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ഒരു സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ വഴി, അതായത് ഇലക്ഷൻ ക്ലർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിലൂടെയാണ് ഈ പ്രോസസ്സ് മുഴുവനും നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായി എന്ന് എനിക്ക് വ്യക്തിപരമായി 100% അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളോ മറ്റെന്തെങ്കിലും ഉള്ളതായിട്ടും അറിയില്ല? ഇല്ല, അത് ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ അദ്ദേഹം ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. ആ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ താമരശ്ശേരി പഞ്ചായത്തിലെ ജോലിക്കാരിയാണ്. ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളില്ല. മറ്റൊരു വിഷയമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാണ് എന്ന് ഒരു സംശയവുമില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹം അത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയാത്ത ഒരു മനസ്സിന് ഉടമസ്ഥനായിരിക്കാം. കാരണം ചിലവർക്ക് ഏത് പ്രശ്നം ഉണ്ടായാലും അത് അഭിമുഖീകരിക്കാൻ കഴിയും. മനുഷ്യന്മാർ പല രീതിയിലാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മാനസിക സമ്മർദ്ദം ഇതല്ലാതെ മറ്റൊന്നും ആവാൻ തരല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. വേണം. ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഇവിടെ UDF നേതാക്കന്മാർ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കൊടുവള്ളിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ വളരെ പ്രസക്തമായി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണിത്. ഏതായാലും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ ക്ലർക്ക് അജീഷിൻ്റെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട്.
അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേട് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള സംശയം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട് മുനിസിപ്പൽ ചെയർമാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.